ഹായ് കൂട്ടുകാരെ, ഇപ്പം ഞാനേ കമ്പത്താണുള്ളത് കേട്ടോ. കമ്പത്ത് വന്നപ്പോൾ നമ്മുടെ മുന്തിരിപ്പാടം ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനും എൻ്റെ ഫ്രണ്ടും വന്നേക്കാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ മുന്തിരിപ്പാടം കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് 2 മുന്തിരിപ്പാടങ്ങളാണ് ഉള്ളത്. ഒന്ന് ജെനീസ് ഗ്രേപ്സിൻ്റെ ഒരു ഫാമും പിന്നെ MSR ഗ്രേപ്പ് എന്ന് പറഞ്ഞൊരു ഫാമും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ ജെനീസിൽ കുറച്ചായിരുന്നു മുന്തിരികളുള്ളത്. അപ്പോൾ MSRലേക്ക് കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾ MSR മുന്തിരിപ്പാടത്തിലേക്ക് കയറിയേക്കാണ് കേട്ടോ. ഇവിടെ വരുവാണെങ്കിൽ എൻട്രി ഫീസൊന്നുമില്ല കേട്ടോ. എവിടെ വേണമെങ്കിലും നമ്മൾ മുന്തിരിപ്പാടത്ത് പോയി കഴിഞ്ഞാൽ ആരും എൻട്രി ഫീസൊന്നും എടുക്കാറില്ല. നമുക്ക് എല്ലാവർക്കും കയറി കാണാം. അവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒത്തിരി ഐറ്റംസൊക്കെ വാങ്ങാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ ജെനീസ് വിട്ടിട്ട് MSRലേക്ക് വന്നിരിക്കുകയാണ്. MSRൽ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടോ, നല്ല ഭംഗിയാർന്ന രീതിയിൽ മുന്തിരികൾ ഇങ്ങനെ കാച്ച് കൊലച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കാണുകയാണ് കേട്ടോ. നല്ല ഭംഗിയാർന്ന രീതിക്കാണ് കേട്ടോ ഈ മുന്തിരിക്കൊലകളൊക്കെ കിടക്കുന്നത്. അപ്പം ഇതിൻ്റെ എങ്ങനെയാണ് കൾട്ടിവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇങ്ങനെ വെട്ടുകല്ല് പോലെ ഇങ്ങനെ കല്ലുകൾ നാട്ടി വെച്ചിരിക്കുകയാണ്. അതിൽ കൂടെയാണ് ഈ മുന്തിരികളുടെ ചെടികൾ മേളിലേക്ക് കയറി പോകുന്നത് കേട്ടോ. ഇതൊരു പന്തൽ പോലെയാണ് ഇട്ടേക്കുന്നത്. അതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വിട്ടേക്കാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു നല്ലൊരു ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുണ്ട്, ഇവിടെ വരുന്നവർക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള പാർക്ക് ബെഞ്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിവിടെ വരുവാണെങ്കിൽ ഇതാണ് നല്ല രസമായിട്ടുള്ളത്. മുന്തിരികൾ ഇങ്ങനെ പഴുത്ത് കിടക്കുന്നത് നമുക്ക് കാണാം. കുറേ പേരൊക്കെ വിശ്രമിക്കുന്നുണ്ട്. അവർ ഒത്തിരി നേരം നടന്ന് ഇതിലേക്കൂടെയൊക്കെ കഴിയുമ്പോൾ അവർക്ക് വിശ്രമിക്കാൻ വേണ്ടി പാർക്കുകളൊക്കെ അവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറേ പേരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ടൂറിസ്റ്റുകൾ ഒത്തിരി പേര് വരുന്നൊരു സ്ഥലമാണ് ഇത്. മെയിനായിട്ട് കമ്പം ടൗണിൽ നിന്നും കുമിളി റൂട്ടിലേക്ക് ഒരു 2 കിലോമീറ്റർ നമ്മൾ വരികയാണെങ്കിൽ ഈ മുന്തിരിപ്പാടം ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് വരാൻ കഴിയും. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയാർന്ന ഈ മുന്തിരികൾ കാണാൻ കഴിയും കേട്ടോ. ഇത് കണ്ടോ, കൊലച്ച് കിടക്കുന്നുണ്ടോ, നല്ല ഭംഗിയാർന്ന രീതിക്കാണ് കൊലച്ച് കിടക്കുന്നത് കേട്ടോ. ശരിക്കും ഈ മുന്തിരി ഇങ്ങനെ വാം ആയിട്ടുള്ളൊരു ക്ലൈമറ്റിലൊക്കെയാണ് ഉണ്ടാകത്തുള്ളൂ. ഡ്രൈ ആൻഡ് വാം ആയിട്ടുള്ളൊരു ക്ലൈമറ്റിലാണ് ഇത് ഉണ്ടാകുക. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമാണ് ഈ തമിഴ്നാട്ടിലെ ഈ കമ്പം എന്ന് പറയുന്ന സ്ഥലത്ത്. ഏകദേശം ഒരു 110,000 മുന്തിരികൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് 2 ടൈപ്പാണ്, തോംസൺ സീഡ്ലെസ്സും മസ്കറ്റ് എന്ന് പറഞ്ഞ 2 വെറൈറ്റിയാണ് ഇവിടെ കൂടുതലും വിളയിക്കുന്നത്. പല സ്ഥലത്തേക്കും എക്സ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്കിവിടെ വരുവാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മുന്തിരികൾ വാങ്ങാൻ കഴിയും ഇവിടെ നിന്ന്. അതേപോലെ നമുക്ക് ഇതിൻ്റെ ഗ്രേപ്പ് വൈനും പിന്നെ നമുക്ക് ഉണക്കമുന്തിരി എല്ലാം ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും കേട്ടോ. അതിനുള്ള ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. പുള്ളി മടുത്തു, അതുകൊണ്ട് പുള്ളി അവിടെ ഇരിക്കുകയാണ്. കേട്ടോ, ഈ ഷോപ്പിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കണ്ടോ മുന്തിരിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ റാക്കുകൾ വെച്ചിട്ടുണ്ട്. അതേപോലെ വൈനുകളൊക്കെ കണ്ടോ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുന്തിരി ചെടികളുണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഒന്ന് വാങ്ങാൻ കഴിയും. അപ്പോൾ കണ്ടോ, നാളൊന്നിങ്ങനെ മേടിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഇതൊക്കെ കണ്ടോ പുതിയ ഒരു കൾട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്ന ഒരു മുന്തിരി ചെടികളാണ് കേട്ടോ. അവിടെ കണ്ടോ പച്ച മുന്തിരികൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ മുന്തിരി വേറൊരു സൈഡിലേക്കാണ്. ഇവിടെ പ്രവേശനമില്ല, നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ കഴിയും കേട്ടോ. എല്ലാവരും കമ്പത്തേക്ക് വരിക, കാണുക.